അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മധുരമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമ്മളതൊരു എന്താ പറയണ്ടേ, വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ്. വൈറ്റ് ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സ്ക്വയർ ഷേപ്പിലെ ഒരു മധുരം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ്. വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം ഗ്രേറ്റ് ചെയ്തത്. മധുരമുള്ള ബിസ്ക്കറ്റ് തരിതരിപ്പായി പൊടിച്ചത് 4 കപ്പ്. അണ്ടിപ്പരിപ്പ് തരിതരിപ്പായി പൊടിച്ചത് 1/2 കപ്പ്. ബ്രാൻഡി ഇല്ലെങ്കിൽ വാനില എസൻസ് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. വെണ്ണ 50 ഗ്രാം. ഐസിങ് ഷുഗർ 1/4 കപ്പ്. മുട്ട 2 എണ്ണം. അപ്പോൾ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ് തയ്യാറാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പാത്രം വെച്ച് ഒരു ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടത്. 50 ഗ്രാം വെണ്ണ. അത് ഉരുകി തുടങ്ങുമ്പോൾ നമ്മൾ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ വെണ്ണ ചെറുതായി ഉരുകി തുടങ്ങി. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റും വെണ്ണയും കൂടി ചേർന്ന മിശ്രിതമാണ്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് അരിഞ്ഞു കഴിഞ്ഞു, മാറ്റി വയ്ക്കുക. വെണ്ണ, വൈറ്റ് ചോക്ലേറ്റ് മിശ്രിതം. വേണമെങ്കിൽ ഒരല്പം പാലും കൂടി, ഇതിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിനെ നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുകയാണ്, നമ്മൾ വെണ്ണയും കൂടി ചേർത്തിട്ട്. ഇനി നമ്മൾ മറ്റൊരു പാത്രം, അപ്പോൾ 50 ഗ്രാം വെണ്ണയും 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റുമാണ് ഒന്നിച്ചാക്കി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താണ്, മറ്റൊരു പാത്രത്തിൽ 2 മുട്ട, ഒന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് മുട്ടയൊന്ന് അടിച്ച് പതപ്പിക്കാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊന്നും വേർതിരിക്കുന്നില്ല, ഒന്നിച്ച് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1/4 കപ്പ് ഐസിങ് ഷുഗർ അളന്ന് വെച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ഐസിങ് ഷുഗർ ഏകദേശം നന്നായിട്ട് ഈ മുട്ടയുടെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനിയാണ് നമ്മളൊരു ഫ്ലേവറിങ്ങിന് വാനില എസൻസ് ചേർക്കാം, അതല്ലെങ്കിൽ ബ്രാൻഡി ഇഷ്ടമാണെങ്കിൽ, ബ്രാൻഡിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ ബ്രാൻഡി ചേർത്താലും മതി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില. നമ്മളിപ്പോൾ വാനില എസൻസാണ് ചേർക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. പിന്നെ ഇനിയാണ് 2-3 കാര്യങ്ങൾ. എന്താണ്, നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ്, അതും വെണ്ണയും കൂടി ചേർന്ന മിശ്രിതം, അതും കൂടി ചേർത്ത് അത് അല്പം തണുത്ത ശേഷം ഇതിലേക്ക് യോജിപ്പിക്കും. അപ്പോൾ ഇത് നല്ല സ്വാദിഷ്ടമായൊരു ചോക്ലേറ്റ് ടേസ്റ്റുള്ളൊരു മിശ്രിതമായി മാറിക്കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മിശ്രിതം ഇവിടെ റെഡിയായിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ തരിതരിപ്പായി പൊടിച്ചു വെച്ച്, ഇത് 4 കപ്പുണ്ട്, അളന്ന് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ചേർക്കും. അത് ആവശ്യാനുസരണം നമ്മൾ ചേർത്തുകൊണ്ടേയിരിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പോളം, ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് പൊടിച്ചത്, ഏകദേശം 1/2 കപ്പുണ്ട്, അതും തരിതരിപ്പായിട്ട് പൊടിച്ച അണ്ടിപ്പരിപ്പ്, അതും ചേർക്കും. എന്നിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇച്ചിരി ലൂസാണ്. അപ്പോൾ ഇനിയും നമുക്ക് ബിസ്ക്കറ്റ് പൗഡർ ചേർക്കാം. ഇത് ഏതാണ്ട് ടൈറ്റ് ആകുന്നവരെ ചേർക്കാം. അപ്പോൾ 4 കപ്പ് അളന്ന് വെച്ചിരിക്കുകയാണ് ബിസ്ക്കറ്റ് പൊടിച്ചത്. ഇനി വേറൊന്നുമില്ല, ഒരു മോൾഡിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് മാറ്റാം.
ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല, ഇതാ വൈറ്റ് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. സ്ക്വയർസിന് ആവശ്യമുള്ള കാര്യങ്ങൾ ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇത് പുറത്തിരുന്നാലും സെറ്റാകും. പക്ഷേ പെട്ടെന്ന് സെറ്റാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരു 1/4 മണിക്കൂർ വെച്ചാൽ പെട്ടെന്ന് സെറ്റാകും. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാലും മതി. എന്തായാലും ഇത് സെറ്റാകും. സെറ്റായി കഴിഞ്ഞാൽ ഏകദേശം സെറ്റായി കഴിയുമ്പോൾ ഇതിലിങ്ങനെ വരയ്ക്കുക, ഒരു കത്തി കൊണ്ടിങ്ങനെ സ്ക്വയേഴ്സായിട്ട്. അത് കഴിഞ്ഞാൽ അത് ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് സെറ്റാകാനായിട്ട് മാറ്റും. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ക്വയർസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിന് പകരം നമുക്ക് സാധാരണ മിൽക്ക് ചോക്ലേറ്റ് വെച്ച് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.